മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. ആരൊക്കെ അനുമോളെ പറ്റിയിട്ടുള്ള കുറ്റം പറയുന്നു അല്ലെങ്കിൽ അനുമോളെ ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അനുമോൾ എത്ര ഡേറ്റ് ഗെയിം കളിച്ചാലും ഒരു കുഴപ്പമില്ല. അവന്റെ മോന്ത കണ്ടില്ലേ, ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കണ്ട പന്നി. ഭയങ്കര കോൺഫിഡൻസോടാണ് പറയുന്നത് അനുമോൾ ജയിക്കും, അനുമോൾ ജയിക്കും. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. റീ എൻട്രി വന്നതിന് ശേഷമല്ല അവർ കോൺഫിഡൻസോടെ പറയുന്നത്. തൂക്കിയല്ലോ നാദാ. അതെങ്ങനെ ശരിയാവും? ഈ റീ എൻട്രിയും അനുമോളെ ജയിക്കാൻ ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. ഓ, ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ് അശൂലം. റീ എൻട്രി വന്നതുകൊണ്ടാണ് അനുമോൾ ജയിച്ചത് എന്നുള്ളൊരു റീസൺ ആക്കിയിട്ടുണ്ട്. പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചന്നനോട് ചോദിക്കേ. എന്നാലല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. അതിന്റെ മുന്നേ അനുമോളെ PR ആയിട്ടുള്ള ഈ വീഡിയോ രണ്ട് വട്ടന്മാരും കൂടി ഇറങ്ങിയിരിക്കല്ലേ. ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയണേ. ഇപ്പോഴും ഞാൻ പറയണേ, മൈക്കിട്ട് ഞാൻ പറയണേ, ഞാൻ കൊടുത്തിട്ടില്ല. അതിലൊരു ചതിയില്ലേ? എന്ത് ചതി? ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഭൂലോകത്തല്ല്. അത്രയും ദൈവവിശ്വാസിയായിട്ടുള്ള അനുമോള് ദൈവത്തിനെ പിടിച്ചു വരെ സത്യം ഇട്ട് പിന്നെ താൻ എന്താണ് വലിയ വർത്തമാനം പറഞ്ഞത്? ഞാൻ PR കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. രണ്ടെണ്ണം കിട്ടാത്തന്റെ കുഴപ്പം നിനക്ക്. ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അനുമോള് പറഞ്ഞു, ഞാൻ 50,000 രൂപ അഡ്വാൻസ് കൊടുത്ത് ഇനി 50 കൂടി കൊടുക്കാനുള്ളത്. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. അഞ്ജന ചോദിച്ചപ്പം പറഞ്ഞു 16 ലക്ഷത്തിന്റെ കണക്ക് എവിടെ ഒന്നും, ചിലപ്പോ ഞാൻ 15 ലക്ഷം എന്നായിരിക്കും പറഞ്ഞത്. അത് ഓൾറെഡി അനുമോളെ വായന്ന് വീണ് പോയി. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. അപ്പം ദൈവവിശ്വാസം എവിടെ? ദൈവത്തിനെ പിടിച്ച് സത്യത്തത് എവിടെ? അല്ല അത് ഒറ്റ അക്ഷരപ്പെട്ടി പോരുത്. വയസ്സൊന്നും ഞാൻ നോക്കിയില്ല. എങ്ങനെയുണ്ട് ഐഡിയ? വലിച്ചു കീറിയാൻ അടുപ്പത്ത് വയ്ക്കും. ഒരു ആണും പെണ്ണും ഇങ്ങനെ ക്ലോസ് ആയി വന്ന് നിന്നാൽ എന്താ ചെയ്യാ? കിസ് ചെയ്യുന്നത് അവിടെ അസ്യൂം ചെയ്ത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഇതിനെ പറ്റിയിട്ടൊന്നും അനുമോളെ ഫാൻസിനൊന്നും സംസാരിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ആരും വരില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ആൾക്കാർ വരും, നിനക്ക് എന്ത് തരുമോ, നിനക്ക് അവളോട് അസൂയല്ലേ, നീ എന്തൊരു വിഷമാണ്, നീ ഒരു കട്ടപ്പാണെന്ന് പറഞ്ഞിട്ട്. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. കലിപ്പ് തീരുണ്ടോ ദൈവമേ? അത് ഡ്രാമയാണെന്ന് എനിക്കറിയാം. ഇയാൾ കഴിയുന്നത് ഡ്രാമയെന്ന് എനിക്കറിയാം. അനുമോള് എപ്പോഴും കരയുന്ന ഒരാളാണ്. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അപ്പം ജിസയിൽ ഒരു പ്രാവശ്യം കരഞ്ഞപ്പോ അത് ഡ്രാമ. അപ്പൊ അനുമോക്ക് എന്തും പറയാ, നമുക്കൊന്നും പറയാൻ പറ്റൂല. ആ രീതിക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അറേബ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഞാൻ എന്റെ പൊക്കുന്നല്ല കിട്ടി, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. ഇനി മരം കയറ്റം തന്നെയാ നല്ലത്. കേക്കട്ടെ നാലാളി, കേക്കട്ടെ. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്കി അറിയില്ല. പോലും ഒരു മടിച്ചു പറയോ വീട്ടില്. ഇന്നലെ വന്നത് വേറെ ഏതോ കള്ളനാണെന്ന് എന്ന് പറഞ്ഞാലോ. ഇപ്പൊ തന്നെ ജീപ്പ് കയറി പോവാ. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. സ്വന്തം PR ആയിട്ടുള്ള വിനു തന്നെ ഇങ്ങനെ പറയുന്നത്, അനുമോള് നാണം കിട്ട അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇനി തെളിവൊന്നും വേണ്ടല്ലോ. ഇവിടേക്ക് ഏത് നേരത്തെ സമയം എനിക്കറിയാൻ മേല. ഡേറ്റ് December 26. അല്ല, അന്നാണല്ലോ ഈ സുനാമിയൊക്കെ ഉണ്ടായത്. അനുമോൾ ഇങ്ങനെ ആണെന്ന് ആൾക്ക് അറിയാം. സോ ആളെ വായന്ന് തന്നെ പറയാതെ പറയുന്നുണ്ട്. അങ്ങനെ പടക്കടകുദാഹവ ഒന്നും വേണ്ടായിരുന്നു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.